ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് മരിച്ചാൽ ദഖലൽ ജന്ന, അവനക്ക് സ്വർഗ്ഗം കൊടുത്തിട്ടുണ്ട്. ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ കടന്നു എന്നാ പറഞ്ഞത്. മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പറയാൻ, അത് ചൊല്ലി മരിക്കാൻ എന്റെ മുഅ്മിനെ എല്ലാവർക്കും സാധ്യമല്ല. ബാപ്പാന്റെ അടുത്തിരുന്നിട്ട് ചെല്ലൂടി വാപ്പ എന്ന് പറയരുത്. കാരണം എന്താ, ചില മക്കള് ഇതാണ് വേഗം മരിച്ചു കിട്ടിയാല് സ്വത്ത് ഒരിച്ചെടുക്കാന്ന് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും. പണ്ടാരം ബാപ്പ മരിക്കാത്തത് കൊണ്ട് എനിക്ക് കിട്ടേണ്ടതൊന്നും കിട്ടണില്ല, ബാപ്പ വേഗം പോവാണെങ്കിൽ എനിക്കതൊക്കെ ഓരിച്ചെടുക്കാലോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടായേക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാപ്പ എടുത്തിരുന്നാണ് ചെല്ലൂടി വാപ്പ എന്ന് പറയണ്ട, എന്നാലും ബാപ്പാന്റെ അടുത്തിരുന്നിട്ട് ചെല്ലാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാം, ബാപ്പത് കേട്ട് ചൊല്ലിക്കോളും. എന്നാൽ എന്റെ സഹോദര പറഞ്ഞു വരുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാളങ്ങ് പറഞ്ഞു മരിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാൽ ദഖലൽ ജന്ന, അവനക്ക് സ്വർഗ്ഗമുണ്ടെന്നാണ്. നമ്മുടെ മുൻകഴിഞ്ഞു പോയ മഹാന്മാരുടെ ചരിത്രമെടുത്താൽ, മഹാനായ ശംസുൽ ഉലമ, അല്ലാഹുവേ അവിടുത്തെ ദറജ ഉയർത്തണം അല്ലാഹ്, അവിടുത്തെ പദവി ഉയർത്തണം അല്ലാഹ്. എന്റെ മുഅ്മിനീങ്ങളെ, മഹാനായ ശംസുൽ ഉലമയൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചു എന്ന് എത്ര തവണ നമ്മൾ കേട്ടവരാണ്. മഹാനായ കെ.ടി. മാനു മുസ്ലിയാർ പടച്ചവനെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ എന്റെ മരുമകന്റെ കയ്യിൽ വെച്ചിട്ടുള്ള പല്ല് പോലും എടുത്തു കൊടുത്തിട്ട് മരിക്കുന്ന സമയത്ത് ഈ പല്ല് പോലും വെച്ച ഒരു പല്ല് പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അതുപോലും മൂരിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആലോചിക്കണം എന്റെ സഹോദരങ്ങളെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഉറക്കെ ചൊല്ലി മരിക്കാൻ മഹാനായ കെ.ടി. മാനു മുസ്ലിയാർ അല്ലാഹുവേ അവിടത്തൊക്കെ ദറജ ഉയർത്തണമല്ലോ, അവിടത്തെ പദവി ഉയർത്തണമല്ലോ. മഹാനായ പന്മള ഫരീദ് ഉസ്താദ് ചമ്മാട്ട് ദർസ് നടത്തിയിരുന്ന സമസ്തയുടെ ഒരു മുശാവർ അംഗമായ ഒരാൾ, മഹാനായ പന്മള ഫരീദ് ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മരിക്കണ ദിവസത്തിൽ മഹാനവറുകൾ പറഞ്ഞത്, ഇന്ന് 9 മണിക്ക് മുമ്പ് ഞാൻ മരിച്ചാൽ വൈകുന്നേരത്തിന് മുമ്പേ എന്നെ മറവ് ചെയ്യണം. 9 മണിക്ക് ശേഷമാണ് ഞാൻ മരിച്ചതെങ്കിൽ നാളെ രാവിലെ 9 മണിക്ക് എന്നെ മറവ് ചെയ്യാവൂ എന്ന് മഹാനായ പന്മള ഫരീദ് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ സഹോദരങ്ങളെ, ഒളുണ്ടാക്കാൻ പോയി, ഒളുവൊക്കെ ഉണ്ടാക്കി തിരിച്ചു വരുമ്പോ വളരെ സന്തോഷത്തോടുകൂടി, വളരെ രോഗശൈലിയിലാണെങ്കിൽ പോലും മഹാനവറുകൾ വന്ന് കിടന്ന് നേരത്തെ തയ്യാർ ചെയ്തിട്ടുള്ള കട്ടിൽ വന്ന് സുഖമായി കിടന്നിട്ട് 9 മണിക്ക് ശേഷം മഹാനവറുകൾ സന്തോഷത്തോടുകൂടെ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കണ സമയം കൂടി പറഞ്ഞിട്ട് മരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് 9 മണിക്ക് മുമ്പ് മരിച്ചാൽ വൈകുന്നേരത്തിന് മുമ്പേ മറവ് ചെയ്യണം. അല്ല, 9 മണിക്ക് ശേഷമാണ് മരിക്കുന്നതെങ്കിൽ നാളെ രാവിലെ 9 മണിക്കാണ് എന്നെ മറവ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ മരിക്കുമെന്ന് ഉറപ്പ് കൊടുത്തു എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? ഇന്ന് ഞാൻ മരിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ടത്, അവരൊക്കെ സഞ്ചരിച്ചിട്ടുള്ള വഴിയുണ്ട്, അത് നേർമാർഗത്തിന്റെ വഴിയാണ്, സിറാത്ത് മുസ്തഖീമായ വഴിയാണ്. ആ വഴിയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തി തേടിയാൽ ആ മഹാന്മാർക്കൊക്കെ ഒരു ഫാത്തിഹ ഓതിയിട്ട് അവരുടെ കയറിലൊന്ന് പിടിച്ചുകൂടിയാൽ അവരെ സഞ്ചരിച്ചു പോകുന്ന പാതയുണ്ടല്ലോ, ആ പാതയിൽ അങ്ങ് പിൻപറ്റിയാൽ എന്റെ ഉമ്മ, എന്റെ സഹോദരങ്ങളെ, നാളെ രക്ഷപ്പെടാൻ, പരലോകത്ത് സ്വർഗം കൈവരിക്കാൻ നമുക്കും സാധ്യമാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമല്ലോ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ലോ. അതുകൊണ്ടാണ് എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയാൻ, അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു
ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സ്നേഹാദരങ്ങൾ നിറഞ്ഞ വന്യരായ സയ്യിദവറുകളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാരെ, അള്ളാഹു ഈ ഒരുമിച്ച് കൂടിയതിലുപരിയായി നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള പ്രത്യേകമായ ദിവസത്തിലും മാസത്തിലുമാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പള്ളികളിലും നമ്മുടെ നിസ്കാരത്തിന്റെ ശേഷവുമൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന, അതല്ലെങ്കിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പടച്ചവനെ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ. വബല്ലിഗ്നാ റമളാൻ, റമളാൻ മാസത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന വല്ലാത്ത ഒരു പ്രാർത്ഥന. ഇത് പരിശുദ്ധ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ തിരുദൂതർ റജബ് മാസം എത്തിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പടച്ചവനെ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം. അതൊന്നും പോരാ, വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കും വേണം. ബല്ലിഗ്നാ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ എങ്ങനെങ്കിലും റമളാനിൽ എത്തിയാൽ പോരാ. ബല്ലിഗ്നാ റമളാൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ നോമ്പ് നോൽക്കാനും മറ്റു സുഹൃതങ്ങൾ ചെയ്യാനുമുള്ള എല്ലാ ആരോഗ്യത്തോടുകൂടെയും അല്ലാഹുവേ ഞങ്ങളെ റമളാനിലേക്ക് എത്തിക്കണേ എന്നാണ്. എന്നാൽ റജബ് മാസം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ മാസമാണ്. റജബുൻ ഷഹറുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. വശഅബാനു ശഹരി, ശഅബാൻ എൻ്റെ മാസമാണെന്ന് പരിശുദ്ധ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹുവിന്റെ മാസമായ പരിശുദ്ധ റജബ് മാസത്തിലാണ് നമ്മൾ ഉള്ളത്. ഈ മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 1-2 ആഴ്ചകളിലെ ഖത്തീബുമാർ പള്ളികളിൽ നിന്നൊക്കെ ഖുതുബ ഓതുന്ന സമയത്തൊക്കെ കൃത്യമായി ആ ഖുതുബയിലൊക്കെ പറഞ്ഞിട്ടുള്ള വല്ലാത്ത പുണ്യമുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഈ റജബ് മാസത്തിൽ അല്ലാഹുവിനോട് വല്ലതും ചോദിച്ചാൽ അല്ലാഹു ഉത്തരം തരുമെന്നാണ്. 5 ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള അതിലെ ഒരു ദിവസം തന്നെ റജബിലെ 1-ാമത്തെ രാത്രിയായിരുന്നു. എന്ന് പറഞ്ഞാൽ റജബ് മാസത്തിന്റെ തുടക്കം മുതൽ, അല്ലെങ്കിൽ ആ തുടക്കം ദിവസം തന്നെ അല്ലാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു ദിവസമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ റജബ് വളരെ പുണ്യമുള്ളതാണ്. അപ്പൊ അല്ലാഹുവിനോടുള്ള ചോദ്യം വളരെ ശക്തമായ ചോദ്യം തന്നെ ചോദിക്കണം. അല്ലാഹുവിനോട് കേണപേക്ഷിച്ച് ചോദിക്കണം. അല്ലാഹുവിനോട് കേണപേക്ഷിച്ച് ചോദിച്ചാൽ അല്ലാഹു തരാൻ റെഡിയായി കാത്തിരിക്കുകയാണ്. ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോളി, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റജബ് മാസത്തിനെ പറ്റി പറഞ്ഞിടത്ത് അല്ലാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കൊടുക്കുമെന്നാണ്. ഈ റജബ് മാസത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു 8 ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ, ഒരു 7 ദിവസം നോമ്പ് നോറ്റാൽ, 10 ദിവസം നോമ്പ് നോറ്റാൽ, 15 ദിവസം നോമ്പ് നോറ്റാൽ, പോകട്ടെ ഒരു നോമ്പ് നോറ്റാൽ പോലും വലിയ കൂലി. മഹാന്മാര് പറയുന്നുണ്ട്, വമൻ സ്വാമ 8 അയ്യാം
8 ദിവസം ഒരാൾ റജബിൽ നിന്ന് നോമ്പ് നോറ്റാൽ നരകത്തിന്റെ കവാടങ്ങളൊക്കെ അടക്കപ്പെടുമെന്നാണ്. നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുമത്രേ. 7 ദിവസം ഒരാള് നോമ്പ് നോറ്റാൽ സഹോദരങ്ങളെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നാണ്. 8 ദിവസം ഒരാള് നോമ്പ് നോറ്റാൽ ലം യസ്അലില്ലാഹ ശൈഅൻ ഇല്ലാ അഅതാ. മുഹറം മാസത്തിൽ നിന്ന് ഒരു 10 നോമ്പ് ഒരാൾ നോറ്റാൽ ലം യസ്അലില്ലാഹ ശൈഅൻ, അല്ലാഹുവിനോട് അവൻ ഒന്നും ചോദിച്ചിട്ടില്ല, ഇല്ലാ അഅതാ, അല്ലാഹു അത് നൽകിയിട്ടല്ലാതെ. 15 ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ നാദാ മുനാദിൻ മിനസ് സമാ, ആകാശത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ പറയുമത്രേ, ഖദ് മനുഷ്യ നിന്റെ എല്ലാ പാപങ്ങളും പുറത്തിട്ടുണ്ട്. തിന്മകളെ നന്മയായി മാറ്റിമറിച്ചിട്ടുണ്ട് മനുഷ്യ. 15 ദിവസം ഒരാൾ നോമ്പ് നോറ്റിട്ട് എന്റെ സഹോദരങ്ങളെ മുഹറം മാസത്തിൽ നിന്ന് ഒരു 15 ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ ആകാശത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരാള് പറയുന്നത്, മനുഷ്യ നിന്റെ എല്ലാ പാപങ്ങളും പുറത്തിട്ടുണ്ട്. പോരാ, നിന്റെ തിന്മകളെ നന്മയായി മാറ്റിമറിച്ചിട്ടുണ്ട്. അവൻ കള്ള് കുടിച്ചിട്ടുണ്ട്, അവൻ ചീട്ട് കളിച്ചിട്ടുണ്ട്, അവന്റെ കണ്ണുകൊണ്ട്, അവന്റെ കാലുകൊണ്ട്, അവന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളെ കൊണ്ട് ഇഷ്ടം പോലെ ഹറാമുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ദർബാറിലെത്തിയാൽ, അല്ലാഹുവിന്റെ കോടതിയിലെത്തിയാൽ എന്റെ മുഅ്മിനേ, അവൻ ചെയ്തിട്ടുള്ള തിന്മകൾ, ആ തിന്മകൾക്ക് പകരം അവിടെ നന്മകൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ കാരണമെന്നറിയോ? റജബ് മാസത്തിൽ നിന്ന് 15 ദിവസം നോമ്പ് നോറ്റതാണ്. മഹാന്മാർ ഇങ്ങനെ ഇതിന്റെ മഹത്വം പറഞ്ഞിട്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരാൾ റജബ് മാസത്തിൽ നിന്ന് ഒരാൾ ഒരു ദിവസം നോമ്പ് നോറ്റാൽ, ഏതെങ്കിലും ഒരു വ്യക്തി പരിശുദ്ധ റജബിൽ നിന്ന് ഒരു നോമ്പ് നോറ്റാൽ, കതബല്ലാഹു ലഹു ഇബാദത 60 ശഹറാ, 60 മാസം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും. 60 മാസം ഇബാദത്ത് ചെയ്ത കൂലി. 60 മാസം എന്ന് പറഞ്ഞാൽ 5 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി ഒരൊറ്റ നോമ്പിന് അല്ലാഹു തരുമെന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. റജബ് 27 നമ്മളിലേക്ക് അടുക്കാൻ വരികയാണ്. തൊട്ടടുത്ത ദിവസം റജബ് 27 കടന്നു വരുന്നു. എന്റെ മുഅ്മിനേ, റജബ് 27ന്റെ ഒരൊറ്റ നോമ്പ് നോറ്റാൽ അല്ലാഹു നൽകുന്ന കൂലി 5 വർഷം ഇബാദത്ത് ചെയ്ത കൂലിയാണ്. 5 വർഷം ഇബാദത്ത് ചെയ്ത കൂലി ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലാഹു നമുക്ക് തരുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമല്ലോ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ലോ. അപ്പൊ സത്യത്തിൽ മുഹറം മാസമൊക്കെ കടന്നു വന്നപ്പോ ഒരു പുതുവർഷത്തിന്റെ ഒരു പുതിയ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട റജബ് മാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാൻ പറ്റിയ നല്ല ദിവസങ്ങളാണ്. ഒരിക്കലും അള്ളാഹിനോട് ചോദ്യം കുറക്കരുത്, തോനെ ചോദിക്കണം, ജാസ്തി ചോദിക്കണം. അള്ളാഹിന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കണേ? ഒരാൾക്ക് ഒരു 5 ലക്ഷം ഉറുപ്പ്യ വേണം, പടച്ചോനെ എനിക്ക് 2 കൊണ്ടാന്നല്ല പറയണ്ടേ, 10 കൊണ്ടാന്ന് പറയാ, 15 കൊണ്ടാന്ന് പറയാ. കാരണം അള്ളാന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. 2 സെന്റ് ഭൂമിയിൽ ഒരു ചെറിയ വീടെങ്കിലും ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്ന് ചോദിക്കണ്ട. അള്ളാഹിനോട് വലിയ വീട് തന്നെ ചോദിക്കുക. കാരണം അള്ളാന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അള്ളാന്റെ അടുത്ത് അള്ളാന്റെ ഖജനാവിൽ വലുതാണ്. ആ അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് നിങ്ങൾക്ക് എത്രയും ചോദിക്കാം. തോനെ കിട്ടി, നിങ്ങളെ ആവശ്യത്തിലേറെ കിട്ടിയാൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട.
നിങ്ങളെ കുടുംബത്തിൽ എത്ര പാവപ്പെട്ടവരുണ്ട്, നിങ്ങളെ കുടുംബത്തിൽ എത്ര സഹായം ആവശ്യമുള്ളവരുണ്ട്, അവർക്കൊക്കെ ഇങ്ങനെ വിഹിതം വെച്ച് കൊടുത്താൽ എന്റെ മുഅ്മിനെ അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹത്തിൽ നിന്ന് വേറെ ഒരാളും കൂടി സഹായിക്കാൻ നമുക്ക് അല്ലാഹു നൽകുന്ന അവസരമാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് കുറച്ച് ചോദിക്കണ്ട, ഇഷ്ടം പോലെ ചോദിച്ചു വാങ്ങിയിട്ട് ഇഷ്ടം പോലെ വിതരണം ചെയ്യാൻ നമുക്കൊക്കെ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ നന്മകളും ചെയ്യണ കുറച്ച് കാലല്ലേ ഉള്ളൂ, കുറച്ച് സമയമുള്ളൂ. അള്ളാഹുവിന്റെ അടിമകൾക്ക്, റസൂലുള്ളാഹിന്റെ അനുയായികൾക്ക് വളരെ കുറഞ്ഞ കാലാണ് ഇബാദത്തിനുള്ളത്. അതുകൊണ്ടാണ് 5 കൊല്ലം 60 മാസം ഇബാദത്ത് ചെയ്ത കൂലി എന്ന് പറഞ്ഞ 5 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി ഒരു ദിവസത്തെ നോമ്പിന് അള്ളാഹു തരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? റസൂലുള്ളാഹിന്റെ അനുയായികൾക്ക് തോനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. റസൂലുള്ളാഹിന്റെ അനുയായികൾക്ക് ഇഷ്ടം പോലെ കിട്ടണം, ഒരു സ്വർഗ്ഗത്തിൽ കടക്കണം. എന്റെ സഹോദരങ്ങളെ, ഒരു ദിവസം വരാനുണ്ട്. വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറയുന്നുണ്ട്, വനുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ അങ്ങ് ഊതപ്പെട്ടാൽ ഫൈദാഹും മിനൽ അജ്ദാദി, എല്ലാ മനുഷ്യരും മിനൽ അജ്ദാദ്, ഖബറുകളിൽ നിന്ന് എല്ലാ മനുഷ്യരും ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവരെ റബ്ബിലേക്ക് ഓടി വരികയാണ്. ഇലാ റബ്ബിഹിം യൻസിലൂൻ, എല്ലാവരും ഓടുകയാണ്, ഉളരുകയാണ്. ഖബറിൽ ഇങ്ങനെ സുഖമായി കിടക്കുമ്പോഴാണ്, ഖബറിൽ സുഖസുന്ദരമായി ഇങ്ങനെ കിടക്കുമ്പോഴാണ് എന്റെ സഹോദരങ്ങളെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഊത്ത് വരുന്നത്. വനുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ അങ്ങ് ഊതപ്പെട്ടാൽ ഫൈദാഹും മിനൽ അജ്ദാദ്, ഖബറിൽ നിന്ന് മനുഷ്യരിങ്ങനെ എണീറ്റിട്ട് ഇലാ റബ്ബിഹിം യൻസിലൂൻ, അല്ലാഹുവിലേക്ക് അവർ ഉളരിയവരായി ഓടിപ്പോവുകയാണ്. ആ സമയത്ത് അവർ പറയുമത്രേ, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. സുഖമായിട്ട് ഇങ്ങനെ കിടക്കുമ്പോ നല്ല റാഹത്തായി ഇങ്ങനെ കിടക്കുന്ന ആ സുഖനിദ്രയിൽ നിന്ന് ഈ മനുഷ്യനങ്ങ് എണീറ്റിട്ട് പറയുമത്രേ, യാ വൈലനാ മൻ ബഅസനാ, ആരാണ് ഞങ്ങൾക്ക് പുനർജന്മം നൽകിയത്? ഞങ്ങളെ സുഖമായി ഇവിടെ കിടക്കുന്ന കിടപ്പറയിൽ നിന്ന്, ഈ കിടത്തത്തിൽ നിന്ന്, ഈ ഉറക്കിൽ നിന്ന് ആരാ ഞങ്ങളെ ഉണർത്തിയത്? ആരാ ഞങ്ങളെ കൊണ്ടുപോകുന്നത്? ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇതൊക്കെ സത്യമാണ്, മുർസലീങ്ങൾ വാസ്തവമാക്കിയതാണ്, ഇത് സംഭവിക്കാൻ പോണതാണ്. എന്നാൽ എന്റെ സഹോദരങ്ങളെ, ഈ സൂറെന്ന കാഹളത്തിൽ ഊതാ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അട്ടഹാസം, ഒരൊറ്റ ശബ്ദമല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല. ആ സമയത്ത് എല്ലാ ജനങ്ങളെയും അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ എല്ലാ മനുഷ്യരും, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇതുവരെയുള്ള എല്ലാ മനുഷ്യരും അവിടെയുണ്ട്. എല്ലാ മനുഷ്യരെയും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഹാജരാക്കുകയാണ്. ആ ദിവസത്തിൽ എന്റെ മുഅ്മിനേ, ആ ദിവസം ഒരു നഫ്സിനെയും ആക്രമിക്കപ്പെടൂല, ഒരു നഫ്സിനെയും വെറുതെ ആക്രമിക്കൂല. അവരെ അമൽ ചെയ്തിട്ടുള്ള ഒന്നിനിക്കല്ലാതെ പ്രതിഫലം നൽകുകയില്ല.
എന്താണോ നിങ്ങൾ അമൽ ചെയ്തത് ആ അമലിനനുസരിച്ച് അള്ളാഹു പ്രതിഫലം നൽകും. എന്താണോ നിങ്ങൾ അക്രമം നടത്തിയത് ആ അക്രമത്തിനേ ശിക്ഷ നൽകുള്ളൂ. അള്ളാഹു വെറുതെ പിടിച്ച് ശിക്ഷിക്കൂല. ഇപ്പൊ നമ്മക്ക് നമ്മുടെ നാട്ടില് എന്തെങ്കിലുമൊക്കെ ഒരു വിരോധം ആരോടെങ്കിലൊക്കെ ഉണ്ടെന്ന് കൂട്ടുക, നമ്മളെന്താ കാട്ടുക? അടുത്ത ഇലക്ഷൻ വരട്ടെ, അന്നെ ഞാൻ ശരിയാക്കി തരാന്ന് പറയും. അല്ലെങ്കിൽ അടുത്ത കമ്മിറ്റി ജനറൽ ബോഡി വരട്ടെ, അന്നെ ഞങ്ങൾ കണ്ടോളാന്ന് പറയും. ചോദ്യം ചെയ്യലും പിടികൂടലൊക്കെ അവിടുന്നാണ്. ഞാൻ അയിമൊന്നും വിട്ടാലേ എന്റെ മോളെ കല്യാണം വരുമ്പോ ഞാൻ ശരിയാക്കി തരാന്ന് പറയും. കല്യാണം മുടക്കും. ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഇട്ട് ശരിയാക്കണ പരിപാടിയാണ് നമ്മളെ സ്വഭാവം. എന്നാലേ അള്ളാഹ്ക്ക് ആ പരിപാടി ഇല്ല. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിക്കണെന്ന് വിചാരിച്ച് വെറുതെ പിടിച്ചു ശിക്ഷിക്കൂല. നിങ്ങൾ എന്താണോ തിന്മ ചെയ്തത് ആ തിന്മക്കനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുള്ള അക്രമത്തിനനുസരിച്ചുള്ള ശിക്ഷയാണ് അള്ളാഹു തരാൻ. ശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നു, നിങ്ങൾ അമൽ ചെയ്തിട്ടുള്ള ഒന്നിനല്ലാതെ പ്രതിഫലമില്ല. ഒരു പക്ഷേ ദുനിയാവിൽ വെച്ച് കള്ളു കുടിക്കുന്നവൻ അള്ളാഹു ശാന്തി നൽകിയേക്കാം, വ്യഭിചരിക്കുന്നവനക്ക് സമ്പത്ത് കൊടുത്തേക്കാം. അജിബ്തു من الرزق المسيء إله ولترك بعض الصالحين فقيرا عجبت من الرزق المسيء إله ولترك بعض الصالحين فقيرا. എത്ര സ്വാലിഹീങ്ങളാണ്, എത്ര കരഞ്ഞ് സങ്കടപ്പെടുന്ന എത്ര പേരാണ്, എത്രയോ മജ്ലിസ് നൂറിൽ വന്ന് കരഞ്ഞു പറഞ്ഞവരാണ്, എത്രയോ മമ്പുറ സലാത്തിന് പങ്കെടുത്തവരാണ്, ഇഷ്ടംപോലെ ദാനധർമ്മങ്ങൾ ചെയ്തവരാണ്, പള്ളിയിലേക്ക് സംഭാവന കൊടുത്തവരാണ്, മദ്രസയിലേക്ക് സംഭാവന കൊടുക്കുന്നവരാണ്. എന്നിട്ടും ഒരു പക്ഷേ നമുക്കൊരു സംശയമുണ്ടായേക്കാം, കഴിഞ്ഞ മജ്ലിസ് നൂറിന് ഭക്ഷണം കൊടുത്തത് ഞാനാണ്, കഴിഞ്ഞ മജ്ലിസ് നൂറിന് പായസം കൊടുത്തത് ഞാനാണ്, എന്റെ മകളുടെ വിവാഹം നടക്കാൻ, എന്റെ മകനക്ക് ഒരു കുട്ടി ഉണ്ടായി കാണാൻ, പക്ഷെ അള്ളാഹു അത് നൽകിയില്ലല്ലോ, ഞാനിതൊന്നും നൽകാത്തത് കൊണ്ടല്ലല്ലോ, ഇതൊക്കെ നൽകിയിട്ടും അള്ളാഹു എനിക്ക് നൽകിയില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന എത്ര പേരാണ്. ആരും ടെൻഷൻ ആവണ്ട, ഈ വിഷയത്തിൽ ആരും ടെൻഷൻ ആവരുത്. കാരണം അള്ളാഹു മുഅ്മിനീങ്ങളായ മനുഷ്യർക്ക് നിങ്ങളെ ചോദ്യങ്ങൾക്ക് അള്ളാഹു ഉത്തരം തരും. മൂന്നാലൊരു സമയം ഒന്നിരിക്കെ ആ സ്പോട്ടിൽ ഉത്തരം തരും, അപ്പത്തെ തരും. അല്ലെങ്കിലോ കുറച്ച് കഴിഞ്ഞ് തരും. അതും അല്ലെങ്കിലോ നാളെ പരലോകത്തുനിന്ന് നിങ്ങൾ ചോദിച്ചത് എന്തോ അള്ളാഹു തആല അതിന് നിങ്ങൾക്ക് ഉത്തരം തരും. എന്റെ സഹോദരായ എന്റെ മുഅ്മിനേ, ടെൻഷൻ ആവണ്ട, സങ്കടപ്പെടണ്ട, ഒരിക്കലും സങ്കടപ്പെടണ്ട. മൂന്നാലൊരു സമയത്ത് അള്ളാഹു നിങ്ങൾക്ക് ഉത്തരമെന്ന കാര്യത്തിൽ ആരും സങ്കടപ്പെടേണ്ടതില്ല. അതുകൊണ്ട് നമ്മൾ കൊടുത്താൽ എത്ര കൊടുത്തിട്ടും പടച്ചോനെ അള്ളാഹു എന്നെ കണ്ടില്ലല്ലോ. നമ്മൾ ചോദിക്കുമ്പോ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, അള്ളാഹുവേ ഇതിലുള്ള ഖൈർ നൽകണമല്ലോ, ഇതിലുള്ള സന്തോഷം നൽകണമല്ലോ, ഷർറിനെ ഒഴിവാക്കണമല്ലോ. അള്ളാഹിനോട് നമ്മൾ ചോദിക്കണത് അങ്ങനെയാണ്. അള്ളാഹുവേ ഖൈർ കൊണ്ടാണ്, കുട്ടികളെ തരല് നമുക്ക് ഖൈറില്ലെങ്കിലോ നമുക്കറിയില്ലോ. മക്കളെ തരല്ല അള്ളാഹു നമുക്ക് ഖൈറാക്കി കണക്കാക്കിയില്ലെങ്കിലോ നാളെ പരലോകത്തിന് അതിന് പ്രതിഫലം നൽകാനാണ് അള്ളാഹു കണക്കാക്കിയെങ്കിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. എന്നാ ചോദിക്കണ്ടേ, ധൈര്യമായി ചോദിച്ചോളി. ചോദിച്ചതിന് അള്ളാഹു അതൊരു ഇബാദത്തായി പരിഗണിച്ച് നിങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകും. ഞാൻ പറഞ്ഞു വരുന്നത്, തമ്മാടികളായ അജിബ്തു മിനൽ റിസ്ഖിൽ മുസീആ ഇലാഹുഹു, അജിബ്തു ഞാൻ അത്ഭുതപ്പെടുന്നു. എന്താ അത്ഭുതം എന്നറിയോ? ജഗനിയന്താവായ തമ്പുരാൻ എത്രയോ തമ്മാടികൾക്ക് അല്ലാഹു വാരിക്കോരി കൊടുക്കുന്നു. എന്നാലോ വലിത്തർക്കി ബാളിസ്സാലിഹീന ഫഖീറാ, വലിത്തർക്കി ബാളിസ്സാലിഹീൻ, എത്രയോ സ്വാലിഹീങ്ങൾ നല്ല നല്ല മനുഷ്യന്മാർ രാത്രി 3 മണിക്ക് 2 മണിക്കൊക്കെ എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് കണ്ണുനീരൊഴുക്കിയിട്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരമുയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്ന എത്ര പേരാണ്.
എത്ര സങ്കടപ്പെട്ട് ദ്വാരിക്കണ എത്ര ആളുണ്ട്. ഓല് എവിടെ കച്ചവടം തുടങ്ങിയാലും പൊട്ടും. മറ്റോന് എവിടെങ്കിലും ഒരു പെട്ടിക്കട തുടങ്ങിയാൽ തന്നെ പൊരിഞ്ഞ കച്ചവടക്കാരം അല്ലേ. ഓന് ഈ തമ്മാടിയായ കള്ളുകുടിയനായ ആള്, ഞാൻ മോശാക്കി പറയല്ലോ, മോശാക്കി പറയല്ല, കള്ളുകുടിയനെ അല്ലെങ്കിൽ വിഭജിക്കും മോശം, അങ്ങനത്തെ ആളുകൾക്കും അള്ളാഹു വാരിക്കോരി കൊടുക്കും. തെറ്റ് ചെയ്ത മനുഷ്യർക്കും അള്ളാഹു വാരിക്കോരി കൊടുക്കും. അത് ദുനിയാവിന്റെ പ്രത്യേകതയാണ്. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ അമൽ ചെയ്തതെന്തോ, നിങ്ങൾ പ്രവർത്തിച്ചതെന്തോ, ആ പ്രവർത്തനത്തിന് മാത്രമാണ് അള്ളാഹു നാളെ പരലോകത്ത് ഗുണം നൽകുന്നത്, അള്ളാഹു പ്രതിഫലം നൽകുന്നത്. എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ ആയത്തിന്റെ അർത്ഥം വെക്കുമ്പോഴും ഇത് തന്നെയാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹു വാരിക്കോരിത്തരാൻ നാളെ പരലോകത്ത് നമ്മളെ കാത്തിരിക്കുകയാണ്. ഇവിടുന്ന് നന്മകൾ എത്രമാത്രം ചെയ്യുന്നവോ അതിനനുസരിച്ച് അല്ലാഹു പരലോകത്ത് നന്മ തരുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒന്ന് ഉറക്കനെ ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. ഇവിടുന്ന് ഇഷ്ടം പോലെ ഇബാദത്ത് ചെയ്താൽ, ഇവിടുന്ന് കുറച്ചൊക്കെ സങ്കടപ്പെട്ടാലും ടെൻഷൻ അടിച്ചാലും, ഇവിടുന്നൊക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചാലും, നാളെ പരലോകത്തെത്തിയാൽ അള്ളാഹു അതിനൊക്കെ നന്മ ഇങ്ങനെ നമുക്കിങ്ങനെ തരും. മരിക്കലോടുകൂടെ തന്നെ അള്ളാഹു നൽകുമെന്നാണ്. മരിക്കലോടുകൂടെ സ്വർഗം മനുഷ്യൻ കാണും, നരകം കാണും, ചെന്ന് കിടക്കുന്ന ഖബറിൽ ആ സന്തോഷങ്ങൾ ആസ്വദിച്ച് കിടക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, ചെന്ന് കിടക്കുന്ന ഖബർ അത് വിശാലമാക്കണം അല്ലാ. ആ ഖബർ സന്തോഷത്തോടുകൂടെ കിടക്കാൻ പാവപ്പെട്ട ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണം അല്ലാ. ഇന്ന അസ്ഹാബൽ ജന്ന, സ്വർഗ്ഗവാസികൾ അൽയൗമ ഈ ദിവസത്തിൽ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. സ്വർഗാവകാശികൾ എന്ന് പറഞ്ഞാൽ അവരും അവരെ ഇണകളും എന്ന് പറഞ്ഞാൽ നമ്മളും നമ്മുടെ ഭാര്യമാർ എല്ലാവരും സന്തോഷത്തിലാണ്. നല്ല പഴവർഗ്ഗങ്ങൾ അവിടെയുണ്ട്. ഹും ഫീ ളിലാലിൻ അലൽ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. നല്ല തണൽ മരത്തിന്റെ ചുവട്ടിൽ, ളിലാൽ എന്ന് പറഞ്ഞിടത്ത് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് 1000 വർഷം ആ തണൽ മരത്തിന്റെ ചുവട്ടിലൂടെ നടന്നിങ്ങിയാലും എന്റെ മുഅ്മിനേ, ആ തണൽ മരത്തിന്റെ ചുവട്ടിലൂടെ 1000 വർഷം നടന്നു നീങ്ങിയാലും അത് മുറിക്കാൻ കഴിയില്ല. 1000 എന്ന് പറഞ്ഞാൽ ഇവിടത്തെ 50,000 വർഷത്തെ വൈദൂരമാണ് അവിടത്തെ ഒരു ദിവസമുള്ളത്. ഇവിടത്തെ 50,000 വർഷത്തെ വഴി ദൂരം അവിടുത്തെ ഒരു ദിവസത്തിന്. സഹോദരങ്ങളെ, ആലോചിക്കണം. അങ്ങനെ ഒരു 1000 വർഷം ആ തണൽ മരത്തിന്റെ ചുവട്ടിലൂടെ ഈ മനുഷ്യൻ അങ്ങനെ നടന്ന് നീങ്ങിയാലും ആ തണലിനെ മുറിക്കാൻ സാധ്യമല്ല എന്ന് പറയുമ്പോ ഇത് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. നല്ല ചാരിക്കസാലയിൽ ഓനിങ്ങനെ ചാരിയിരുന്നിട്ട് അവരെങ്ങനെ തന്റെ ഭാര്യയും തന്റെ ഭർത്താവും സന്തോഷത്തോടുകൂടെ മുഖാമുഖമാണ്. മുഖാമുഖം ഇങ്ങനെ നോക്കിയിട്ട് സന്തോഷത്തോടുകൂടെ അവരിങ്ങനെ പങ്കുവെച്ചിട്ട് അവര് വല്ലാത്ത ആനന്ദത്തിലാണ്. അവരെ കൊതിക്കുന്നതെന്തോ, അവരാഗ്രഹിക്കുന്നതെന്തോ എല്ലാം അവിടെ സുലഭമാണ്. കിളക്കണ്ട പൂട്ടണ്ട, വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. കിളക്കണ്ട പൂട്ടണ്ട, വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. ഒരു പണിയെടുക്കാതെ ഇങ്ങനെ ചാരിക്കസാരയിൽ ഇങ്ങനെ ഇരിക്കലോടെ എന്ത് വേണോ എല്ലാം അവിടെ സുലഭമാണ്. എല്ലാം അവനെ കാത്തിരിക്കുകയാണ്. എല്ലാം റെഡി. എത്ര കാലം നമ്മളിങ്ങനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടത്.
വളരെ കുറഞ്ഞ കാലം. മാ ബൈന സിത്തീന വസബഈൻ. റസൂലുള്ളാഹിന്റെ അനുയായികൾ ആയസ് എന്ന് പറഞ്ഞാൽ മാ ബൈന സിത്തീന വസബഈൻ, 60-ന്റെ 70-ന്റെ അടിയിലാണ് ആകെ പ്രായം. അവിടുന്ന് അങ്ങോട്ട് കിട്ടിയ ലക്കി അല്ലേ, ലക്കി അടിച്ചു എന്നൊക്കെ പറയാം നമുക്ക്. അവിടുന്ന് കിട്ടിയ കുറച്ചും കൂടെ ഒക്കെ അൽഹംദുലില്ലാ കിട്ടി. അതിന്റെ മുമ്പ് തന്നെ അറ്റാക്ക് വന്ന്, സൈലന്റ് അറ്റാക്ക് വന്ന്, ക്യാൻസർ വന്ന്, കിഡ്നി തകരാറിലായി. എത്ര പേരാണ്. അല്ലാഹുവേ, ഞങ്ങളെ ഉള്ളിൽ വല്ല രോഗത്തിന്റെ വല്ലടയാളവും ഈ സമയത്തുണ്ടോ ഞങ്ങൾക്കറിയൂല അല്ലാ. ഈ സമയത്തിന്റെ ദിവസത്തിന്റെ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ഈ ശിഫ നൽകണം അല്ലാ. ക്യാൻസർ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ, അറ്റാക്ക് ഞങ്ങൾക്ക് നൽകല്ല അല്ലാ, സൈലന്റ് മരണം ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. ആലോചിക്കണം എന്റെ മുഅ്മിനേ. കൊതിക്കുന്നത് എന്താണോ, ആഗ്രഹിക്കുന്നത് എന്താണോ അതെല്ലാം റെഡി, എല്ലാം കിട്ടും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആഗ്രഹിച്ചത് മുഴുവൻ, ചിന്തിച്ചത് മുഴുവൻ, ആലോചിക്കുന്നത് മുഴുവൻ അല്ലാഹു തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അവിടെ വെറും രക്ഷയുള്ളൂ. അല്ലാഹുവിന്റെ വക്കൽ നിന്ന് രക്ഷ മാത്രം, സലാം മാത്രം. അല്ലാഹുവേ, പടച്ചവനെ, നിന്റെ സ്വർഗ്ഗാവകാശികൾ പാവപ്പെട്ട ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. എന്നാൽ അവിടെ വേറെ ഒരു വിഭാഗമുണ്ട്. വംതാസുൽ അയ്യുഹൽ മുജ്രിമൂൻ. തമ്മാടികളായ ആളുകളോട് ഈ ദിവസത്തിൽ നിങ്ങൾ മാറി നിൽക്കണേ, നിങ്ങൾ അങ്ങോട്ട് പോകണേ, നിങ്ങൾ അങ്ങ് മാറി നിൽക്കൂ. അല്ലോമ, ഈ ദിവസത്തിൽ നിങ്ങൾ ആരാണെന്നറിയോ? തമ്മാടികളാൾ, മോശം ചെയ്തവരാൾ, തെറ്റ് ചെയ്ത മനുഷ്യരാൾ. അതുകൊണ്ട് മാറി നിൽക്കാൻ പറയാൻ. എന്നിട്ട് അല്ലാഹു പറയുമത്രേ, അലം നഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ. അല്ലാഹു വിളിച്ചിട്ട് പറയാൻ, അലം മഹദീലേക്കും യാ ബനി ആദം, ഏ ആദം സന്തതികളെ, നിങ്ങളോട് ഉടമ്പടി ചെയ്ത് കരാർ ചെയ്ത് മുന്നറിയിപ്പ് നൽകുന്ന, നിങ്ങളോട് വരാൻ പോകുന്ന സംഗതികളെ പറ്റി പറഞ്ഞു തരുന്ന ഒരാൾ നിങ്ങൾക്ക് വന്നിട്ടില്ലയോ? അങ്ങനെ നിങ്ങളെ പേടിപ്പെടുത്തി പറയുന്ന, സ്വർഗമുണ്ട് നരകമുണ്ടെന്ന് പറയുന്ന ഒരാൾ നിങ്ങളെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടില്ലയോ? എന്നിട്ട് അവരെ പറഞ്ഞില്ലയോ, അല്ലാ തഅബുദു ശൈത്താൻ, ശൈത്താന്മാർക്ക് വഴിപ്പെടരുതേ എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ? ആ ശൈത്താൻ എന്ന് പറഞ്ഞാൽ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ അല്ലാഹുക്ക് വ്യക്തമായ ശത്രുവാൻ. ആ ശത്രുവായ ശൈത്താൻ, ആ ശൈത്താന് വഴിപ്പെടരുത് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ? നിങ്ങൾ ചെയ്യേണ്ടത് വാനിഅബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. അനിഅബുദൂനി, നിങ്ങൾ എനിക്ക് ആരാധന ചെയ്യണേ. ഹാദാ സിറാത്തും മുസ്തഖീം, ഇത് മുസ്തഖീമായ വഴിയാണ്, ചൊവ്വായ വഴിയാണ്, നേരായ വഴിയാണ്. ആ വഴിയിലാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത്, ആ വഴിയിലാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ, നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ നിങ്ങൾക്കാരും മുന്നറിയിപ്പ് തരുന്നവരാൾ കടന്നു വന്നിട്ടില്ലയോ? ഇതൊന്നും പറഞ്ഞുതരാൻ ഒരാൾ വന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് അവര് പറയും, പടച്ചോനെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ നിഷേധിച്ചു, ഞങ്ങൾ കളവാക്കി എന്നവർ സത്യം അവിടുന്ന് തുറന്നു പറയും. എന്റെ മുഅ്മിനീങ്ങളെ, മുസ്തഖീമായ വഴിയിൽ ഇങ്ങനെ പോകണം, സ്വാലിഹീങ്ങളെ വഴിയിൽ പോകണം. ഒരു സംശയം ഉണ്ടാകും, ഇന്ന് പല വിഭാഗക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാവരും വിശുദ്ധ ഖുർആൻ ഓതുന്നു, എല്ലാവരും ഹദീസ് പറയുന്നു, എല്ലാവരും പിന്നെ വിശുദ്ധ ഖുർആനും ഹദീസും ആയത്തും ഹദീസും ഒക്കെ അർത്ഥം വെച്ച് പറയുന്നു. ഒരു പക്ഷേ നമുക്ക് സംശയം തോന്നും, പടച്ചോനെ ഏതാ പുതിരി ശരി? ഇവിടെയാണ് സിറാത്ത് മുസ്തഖീം, നേരായ വഴി ഏതാണ് എന്ന് ചിന്തിക്കേണ്ടത്. ഏതാണ് നേരായ വഴി, ഏതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തെരഞ്ഞെടുക്കാൻ കുറച്ച് പണിയാണ്, ഇപ്പൊ തന്നെ കുറച്ച് പ്രയാസമുണ്ട്. കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ നമ്മളെ മക്കൾ, നമ്മളെ പേരമക്കളൊക്കെ ജീവിക്കുന്ന സമയം വരുമ്പോ സത്യവും അസത്യവും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കോലം എന്തായാലും കടന്നു വരും. എന്താ കാരണം? ഇപ്പൊ തന്നെ നമുക്ക് തോന്നൂലേ അതൊന്നും കുഴപ്പമില്ല, അതിപ്പോ ചെറിയ ഒരു ഇതല്ലുള്ളൂ അല്ലേ? ഇപ്പൊ കഞ്ചാവും ലഹരി പദാർത്ഥങ്ങൾ കൂടി ഇപ്പൊ ആൻസ് വെക്കുന്നത് വലിയൊരു ഗൗരവം നമ്മൾ കാണില്ല. ഗൗരവമില്ലാത്തോണ്ടല്ല,
ഗൗരവം തന്നെയാണ്. പക്ഷെ കുറച്ചു മുമ്പ് ഉണ്ടായിരുന്ന അത്ര ഗൗരവം നമ്മളിപ്പോ അതിന് ആൾക്കാരുടെ ഇടയിൽ കാണുന്നില്ല. എന്താ കാരണം എന്നറിയോ? അതിനെക്കാട്ടി അപ്പുറത്ത് അതിനെക്കാട്ടി വലുതുണ്ടായപ്പോ സഹോദരങ്ങളെ, എത്ര ചെറുതാണെങ്കിലും ഗൗരവത്തിൽ കാണേണ്ട വിഷയങ്ങളെ ഗൗരവത്തിൽ കാണുകയും നേരായ വഴി ആരുടെ വഴിയാണ്, മുസ്തഖീമായ വഴി ആരുടെ വഴിയാണ് നമ്മൾ മനസ്സിലാക്കണം. മരിക്കണ സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് മരിച്ചാൽ ദഖലൽ ജന്ന, അവനക്ക് സ്വർഗം കൊടുത്തിട്ടുണ്ട്. ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നു എന്നാ പറഞ്ഞത്. മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പറയാൻ, അത് ചൊല്ലി മരിക്കാൻ എന്റെ മുഅ്മിനെ എല്ലാവർക്കും സാധ്യമല്ല. ബാപ്പാന്റെ അടുത്തിരുന്നിട്ട് ചെല്ലൂടി വാപ്പ എന്ന് പറയരുത്. കാരണം എന്താ? ചില മക്കള് ഇതാണ് വേഗം മരിച്ചു കിട്ടിയാല് സ്വത്ത് ഒരിച്ചെടുക്കാന്ന് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും. പണ്ടറം ബാപ്പ മരിക്കാത്തത് കൊണ്ട് എനിക്ക് കിട്ടേണ്ടതൊന്നും കിട്ടണില്ല, ബാപ്പ വേഗം പോവാണെങ്കിൽ എനിക്കതൊക്കെ ഓരിച്ചെടുക്കാലോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടായേക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാപ്പ എടുത്തിരുന്നാണ് ചെല്ലൂടി വാപ്പ എന്ന് പറയണ്ട, എന്നാലും ബാപ്പാന്റെ അടുത്തിരുന്നിട്ട് ചെല്ലാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാം, ബാപ്പ അത് കേട്ട് ചൊല്ലിക്കോളും. എന്നാൽ എന്റെ സഹോദര പറഞ്ഞു വരുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാളങ്ങ് പറഞ്ഞു മരിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാൽ ദഖലൽ ജന്ന, അവനക്ക് സ്വർഗമുണ്ടെന്നാണ്. നമ്മുടെ മുൻകഴിഞ്ഞു പോയ മഹാന്മാരുടെ ചരിത്രമെടുത്താൽ മഹാനായ ശംസുൽ ഉലമ, അല്ലാഹുവേ അവിടുത്തെ ദറജ ഉയർത്തണം അല്ലാഹ്, അവിടുത്തെ പദവി ഉയർത്തണം അല്ലാഹ്. എന്റെ മുഅ്മിനീങ്ങളെ, മഹാനായ ശംസുൽ ഉലമയൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചു എന്ന് എത്ര തവണ നമ്മൾ കേട്ടവരാണ്. മഹാനായ കെ.ടി. മാനു മുസ്ലിയാർ പടച്ചവനെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ എന്റെ മരുമകന്റെ കയ്യിൽ വെച്ചിട്ടുള്ള പല്ല് പോലും എടുത്തു കൊടുത്തിട്ട് മരിക്കുന്ന സമയത്ത് ഈ പല്ല് പോലും വെച്ച ഒരു പല്ല് പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അതുപോലെ മൂരിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആലോചിക്കണം എന്റെ സഹോദരങ്ങളെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഉറക്കെ ചൊല്ലി മരിക്കാൻ മഹാനായ കെ.ടി. മാനു മുസ്ലിയാർ അല്ലാഹുവേ അവിടത്തൊക്കെ ദറജ ഉയർത്തണമല്ലോ, അവിടത്തെ പദവി ഉയർത്തണമല്ലോ. മഹാനായ പന്മള ഫരീദ് ഉസ്താദ് ചെമ്മാട്ട് ദർസ് നടത്തിയിരുന്ന സമസ്തയുടെ ഒരു മുശാവർ അംഗമായ ഒരാൾ, മഹാനായ പന്മള ഫരീദ് ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മരിക്കണ ദിവസത്തിൽ മഹാനവറുകൾ പറഞ്ഞത്, ഇന്ന് 9 മണിക്ക് മുമ്പ് ഞാൻ മരിച്ചാൽ വൈകുന്നേരത്തിന് മുമ്പേ എന്നെ മറവ് ചെയ്യണം. 9 മണിക്ക് ശേഷമാണ് ഞാൻ മരിച്ചതെങ്കിൽ നാളെ രാവിലെ 9 മണിക്ക് എന്നെ മറവ് ചെയ്യാവൂ എന്ന് മഹാനായ പന്മള ഫരീദ് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഒളുണ്ടാക്കാൻ പോയി, ഒളുവൊക്കെ ഉണ്ടാക്കി തിരിച്ചു വരുമ്പോ വളരെ സന്തോഷത്തോടുകൂടി വളരെ രോഗശൈലിയിലാണെങ്കിൽ പോലും മഹാനവറുകൾ വന്ന് കിടന്ന് നേരത്തെ തയ്യാർ ചെയ്തിട്ടുള്ള കട്ടിലിൽ വന്ന് സുഖമായി കിടന്നിട്ട് 9 മണിക്ക് ശേഷം മഹാനവറുകൾ സന്തോഷത്തോടുകൂടെ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കണ സമയം കൂടി പറഞ്ഞിട്ട് മരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് 9 മണിക്ക് മുമ്പ് മരിച്ചാൽ വൈകുന്നേരത്തിന് മുമ്പേ മറവ് ചെയ്യണം. അല്ല, 9 മണിക്ക് ശേഷമാണ് മരിക്കുന്നതെങ്കിൽ നാളെ രാവിലെ 9 മണിക്കാണ് എന്നെ മറവ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ മരിക്കുമെന്ന് ഉറപ്പ് കൊടുത്തു എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? ഇന്ന് ഞാൻ മരിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ടത്, അവരൊക്കെ സഞ്ചരിച്ചിട്ടുള്ള വഴിയുണ്ട്, അത് നേർമാർഗത്തിന്റെ വഴിയാണ്, സിറാത്ത് മുസ്തഖീമായ വഴിയാണ്. ആ വഴിയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തി തേടിയാൽ ആ മഹാന്മാർക്കൊക്കെ ഒരു ഫാത്തിഹ ഓതിയിട്ട് അവരുടെ കയറിലൊന്ന് പിടിച്ചുകൂടിയാൽ അവരെ സഞ്ചരിച്ചു പോകുന്ന പാതയുണ്ടല്ലോ, ആ പാതയിൽ അങ്ങ് പിൻപറ്റിയാൽ എന്റെ ഉമ്മ, എന്റെ സഹോദരങ്ങളെ, നാളെ രക്ഷപ്പെടാൻ, പരലോകത്ത് സ്വർഗം കൈവരിക്കാൻ നമുക്കും സാധ്യമാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമല്ലോ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ലോ. അതുകൊണ്ടാണ് ആദാ സിറാത്തും മുസ്തഖീം.
എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയാൻ വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറാ അഫലം തകൂനൂ തഖിലൂൻ വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറൻ ധാരാളം ആളുകൾ വഴിപിഴച്ചു പോയിട്ടുണ്ട് അഫലം തകൂനൂ തഖിലൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ ആളുകളൊക്കെ വഴിപിഴച്ചു കൊണ്ടിരിക്കാൻ നന്മയിൽ നിന്ന് തിന്മയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ സത്യത്തിൽ നിന്ന് അസത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും മനുഷ്യന്മാർ വഴിപിഴച്ചു കൊണ്ടിരിക്കുന്നു അധികരിച്ച ആളുകളും വഴിപിഴച്ചിട്ടുണ്ട് അഫലം തകൂനൂ തഖിലൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറയാൻ ആദിഹി ജഹന്നം ആദിഹി ജഹന്നം ഇത് നരകാണ് ഇത് ജഹന്നമാണ് ആദിഹി ജഹന്നം ഇത് നരകമാണ് ഇത് നരകം എന്ന് പറയാൻ ആ നരകം കൊണ്ട് കൊണ്ടുവരണം അല്ലേ ആദിഹി ഇത് നരകാണെന്ന് പറയാൻ ഇത് മൊബൈലാണെന്ന് പറയാൻ കയ്യിൽ മൊബൈൽ വേണം എന്ന പോലെ ആദിഹി ജഹന്നം ഇത് നരകാണ് ഇത് നരകാന്ന് പറയുമ്പോ എന്റെ മുഅ്മിനീങ്ങളെ 70,000 കുളത്തുള്ള ഓരോ കുളത്തിന്റെ മുകളിലും 70,000 മാലാഖമാരിങ്ങനെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ 70,000 കുളത്തുള്ള ഒരു ഭീമാകാരമായ വല്ലാത്ത ഒരു ജഹന്നമിനെ അങ്ങനെ കൊണ്ടുവരുമ്പോ ഓരോ കുളത്തും 70,000 മലക്കുകൾ പിടിച്ചിട്ടുണ്ട് അങ്ങനത്തെ 70,000 കുളത്തുള്ള ഒരു സാധനത്തെ കൊണ്ടുവന്നിട്ടാണ് അല്ലാഹു പറയുന്നത് ആദിഹി ജഹന്നം ഇത് നരകമാണ് ഇതാണ് നരകം കേട്ടോ എന്നിട്ട് പറയാണ് ആദിഹി ജഹന്നമുല്ലതി കുൻതും തുഅദൂൻ നിങ്ങളോട് കരാർ ചെയ്യപ്പെട്ടിട്ടുള്ള നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള നരകം ഇതാണ് അതുകൊണ്ട് ഈ ദിവസത്തിൽ നിങ്ങൾ കടക്കണേ ഈ ദിവസത്തിൽ ഇതിലേക്ക് അങ്ങ് കടക്കണേ ബിമാ കുൻതും തക്ഫുറൂൻ നിങ്ങൾ സത്യനിഷേധികളായതിന്റെ പേരിൽ നിങ്ങൾ തമ്മാടികളായതിന്റെ പേരിൽ നിങ്ങൾ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ പേരിൽ ആ ജഹന്നമിനോട് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് അങ്ങോട്ട് കടന്നോളീന്ന് അല്ലാഹുവോട് പറയും അല്ലാഹു നമുക്ക് സംരക്ഷണം നൽകട്ടെ അപ്പൊ ചില മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ നമ്മൾ ആ പഴയ സ്വഭാവം എടുത്തു നോക്കും കുട്ടികളോട് മാസ ഫീസ് കൊണ്ടുവരാൻ പറഞ്ഞാലേ നാളെ എല്ലാരും മാസ ഫീസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ കൊണ്ടുവരില്ല ഈ മാസം ഞങ്ങൾ അടുത്ത മാസം അടക്കാൻ കേട്ടോ എന്ന് പറയും അപ്പോഴും അടക്കൂല അങ്ങനെ അവസാനം ഇങ്ങനെ പോയി പരീക്ഷയുടെ ടൈം ആയപ്പോ ഉസ്താദ്മാര് തീരുമാനം എടുത്തു കമ്മിറ്റിക്കാരും പരീക്ഷ എഴുതണമെങ്കിൽ മാസ ഫീസ് അടക്കണം അപ്പൊ എന്ത് ചെയ്യും കുട്ടികളെ പുറത്താക്കും ചിലപ്പോ പോയി കൊണ്ടുവരാന്ന് പറയും വീട്ടിലേക്കൊക്കെ പോയി മാസ ഫീസ് ആയിട്ട് ചിലവർ വരും ചില രക്ഷിതാക്കൾ വിളിക്കും ചില ആൾക്കാർക്ക് ഹാലിളകി മദ്രസക്ക് വരും ഞാൻ ഇവിടെ മുമ്പ് എന്തെങ്കിലും തരാണ്ടോ ഇവിടെ എന്തെങ്കിലും ഞാൻ ചെയ്യാണ്ടോ ഞാൻ നിങ്ങളെ പറിച്ച എന്റെ കുട്ടിനെ നിങ്ങൾ പുറത്താക്കിയത് എന്നൊക്കെ പറഞ്ഞ് ഹാലിളകി കുറെ പറയും അത് അതിന്റെ ഒരു സ്വഭാവമാണ് അവസാന ഘട്ടത്തില് നമ്മളത് ചിന്തിക്കുള്ളൂ കല്യാണം 2 മാസം മുമ്പ് തീരുമാനിച്ചാലും കല്യാണത്തിന്റെ പണി തുടങ്ങൽ എപ്പോഴേക്കാരം ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് അത് നമ്മളെ സ്വഭാവമാണ് ഈ പണ്ടൊക്കെ അള്ളാഹു പറഞ്ഞു നരകത്തെ മുമ്പിലോട്ട് കൊണ്ടുവന്നു എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഞങ്ങട് കടന്നോളിട്ടോ ഞാൻ പ്രവേശിച്ചോളി ആ സമയത്താണ് നമ്മളെ യഥാർത്ഥ പണി പടച്ചോനെ ഞാനത് അങ്ങോട്ട് പോയതായിരുന്നു ഞാനത് ഇങ്ങോട്ട് പോയതായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു പലതും ചെയ്യാനുള്ള ശ്രമമൊക്കെ ഞാൻ നടത്തി നോക്കി പക്ഷെ നടക്കാതെ പോയതാണ് ഇങ്ങനെ പറഞ്ഞു കുറെ അള്ളാഹിനോട് ഇങ്ങനെ പറയാനുള്ള ശ്രമം എന്നാൽ എന്റെ സഹോദര നിങ്ങളെ ഒരു കളിയും നടക്കൂല അവരുടെ വായകളുടെ മേൽ സീല് വെച്ചിട്ടുണ്ട് അവരെ കരങ്ങൾ സംസാരിക്കുന്നു
വതശ്ഹദു അർജുലുഹും അവരുടെ കാലുകൾ സാക്ഷി പറയുന്നു ബിമാ കാനൂ യക്സിബൂൻ അവർ ചെയ്തിട്ടുള്ള നന്മ അവർ ചെയ്തിട്ടുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അല്ലാഹു പ്രതിഫലം നൽകുകയാണ് ഒന്നും പറയാൻ പറ്റൂല അവരെ പ്രവർത്തിച്ചിട്ടുള്ള ഒന്ന് എന്തൊക്കെയാണെങ്കിൽ ആര് സാക്ഷി പറയുന്നു കൈകളെ സംസാരിക്കുന്നു വായകളെ മേൽ സീലി വെച്ചിട്ട് വേറെ ഒന്നും പറയാൻ അല്ലാഹുവിനോട് വേറെ ഒന്നെങ്കിലും പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ വകുപ്പില്ലാത്ത വല്ലാത്ത ഒരു ദിവസം വരുന്നുണ്ട് അല്ലാഹ് ആ ദിവസം രക്ഷപ്പെടാൻ നമുക്ക് സൗഭാഗ്യം നൽകണം അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് കിട്ടാവുന്ന ചാൻസുകൾ നല്ല ദിവസങ്ങൾ നല്ല മുഹൂർത്തങ്ങൾ വരാനിരിക്കുന്ന വലിയ ഭയാനകരമായ നരകത്തിന്റെ ആ കുണ്ടിൽ പോയി ചാടാതിരിക്കാൻ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ സ്വർഗം കൈവരിക്കണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ എത്രയോ ഉമ്മമാർ എത്രയോ സഹോദരന്മാർ കൃത്യമായി പരിപാടികളിൽ പങ്കെടുക്കുന്നു ഒരുപാട് ആളുകൾ ഒരുപാട് ഉമ്മമാർ ഇത് തുടങ്ങിയിട്ട് ഇന്നേ വരെ മുടങ്ങാതെ പങ്കെടുക്കുന്നു എന്തുകൊണ്ടാണെന്നറിയോ പടച്ചോനെ മഹാന്മാരായ സുഹാബുൽ ബദരീങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ട് ഒരു യാസീനൊക്കെ ഓതി ദുആ ചെയ്തിട്ട് നാളെ പരലോകത്ത് രക്ഷപ്പെടണമെന്ന ചിന്തയിലാണ് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ അള്ളാഹു നമുക്ക് സ്വർഗം അവന്റെ ഓശാരമായി ഔദാര്യമായി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് പറ്റാവുന്നതൊക്കെ ഇഷ്ടം പോലെ നന്മകൾ ചെയ്ത് പ്രത്യേകിച്ച് റജബ് മാസമാണ് അള്ളാഹുവിലേക്ക് ചോദിക്കുക ചോദിച്ച് അള്ളാഹുവിലേക്ക് കേണപേക്ഷിച്ച് ചോദിക്കുക അള്ളാഹു നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് റജബ് അല്ലാഹുവിന്റെ മാസമാണ് അതുകൊണ്ട് കൃത്യമായി ഇബാദത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്നും കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാവണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പിന്നെ സാമ്പത്തികമായി ഉള്ള ആളുകളൊക്കെ നിങ്ങളെ കഴിവിന്റെ പരമാവധിയൊക്കെ സഹായങ്ങൾ നൽകാൻ നമ്മുടെ ഉമ്മയെ ഓർക്കാൻ നമ്മുടെ ബാപ്പയെ ഓർക്കാൻ നമ്മുടെ വല്യമ്മയെ ഓർക്കാൻ നമ്മുടെ വല്യപ്പാനെ ഓർക്കാൻ കിട്ടുന്ന അവസരങ്ങളാണ് ഈ കാണുന്ന നൂറുകണക്കിന് ആളുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് 500 ആളുകൾ 400 ആളുകൾ എത്രയോ പങ്കെടുക്കുന്നുവെങ്കിൽ അവരൊക്കെ കൂടിയിരുന്നിട്ട് നമ്മളിപ്പോ ഒരു 100 രൂപ ഒരു 200 രൂപ ഒരു 500 രൂപ ഒരു 1000 രൂപ എല്ലാവരുടെയും ബാപ്പ മരിച്ച മാസം എന്തായാലും ഒന്നിക്ക റജബാവും അല്ലെങ്കിൽ ഷാബാനാകും അല്ലെങ്കിൽ റമദാനാകും ഏതെങ്കിലുമൊക്കെ മാസത്തിൽ മരിച്ചിട്ടുണ്ടാകുമല്ലോ ആ ആണ്ടിന്റെ ദിവസങ്ങളൊക്കെ വരുന്ന ആ ഒരു മാസം വരുമ്പോ ബാപ്പാന്റെ അടക്കയിൽ നിന്ന് ബാപ്പാന്റെ തേങ്ങയിൽ നിന്ന് അല്ലെങ്കിൽ ബാപ്പ ഉണ്ടാക്കി വെച്ച ബിൽഡിങ്ങിന്റെ വരുമാനത്തിൽ നിന്നാണ് നമ്മളൊക്കെ ആസ്വദിക്കുന്നത് പോകട്ടെ ഒരു സെന്റ് ഭൂമി പോലും വാങ്ങാൻ വകുപ്പില്ലാത്ത നമ്മൾ നമ്മുടെ ബാപ്പയും നമ്മുടെ ഉമ്മയും പാടത്തും പറമ്പിലും കിടന്ന് അധ്വാനിച്ച് കിട്ടിയ അതിൽ നിന്നാണ് നമ്മൾ ആസ്വദിക്കുന്നത് എന്നാൽ ആ ഒരു മാസം വരുമ്പോ ആ മജ്‌ലിസിന്റെ ഒരു ദിവസം വരുമ്പോഴെങ്കിലും 1000 രൂപ കൊടുത്ത് അല്ലെങ്കിൽ ഒരു 500 രൂപ കൊടുത്ത് അത് ഓർക്കണം നിങ്ങൾ ആരും കൊടുത്തില്ലെങ്കിലും ഈ പരിപാടിയൊക്കെ നടന്നു പോകും പക്ഷേ എന്റെ വാപ്പാനെ ഓർക്കാൻ എന്റെ ഉമ്മാനെ ഓർക്കാൻ നൂറുകണക്കിന് ആളുകൾ ഇരുന്ന് യാസീൻ ഓതി ദുആ ചെയ്യുമ്പോൾ പടച്ചോനെ എന്റെ ഉപ്പാക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണമെന്ന് ആലോചിച്ച് ആ ഒരു മാസം വരുമ്പോഴെങ്കിലും എന്റെ മുഅ്മിനീങ്ങളെ ദുആ ചെയ്യിപ്പിക്കാൻ നിങ്ങളൊക്കെ മുന്നോട്ട് വരണം പഴയ കാലത്തൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് പാട്ടപ്പിരിവിലൊക്കെ ഒരു 10 ഉറുപ്പിക ഇടല് അതൊന്നും നിങ്ങളൊക്കെ പോയാലും കമ്മിറ്റി ഭാരവാഹികൾ നിങ്ങളിങ്ങനെ ചുരുട്ടി മടക്കി ഇനി അത് ഒന്നിനും പറ്റാത്ത കോലത്തിലാക്കിയിട്ടുണ്ടാവും ഓലതൊക്കെ ഇങ്ങനെ ഇസ്തിരക്കെട്ട് ശരിയാക്കി സംഘാടകർ പോകുമ്പോത്തിന് പിന്നെ നേരം വൈകും കാരണം അതൊക്കെ ഇസ്തിരിട്ട് ശരിയാക്കേണ്ടി വരും അതും ഇനി വേറെ എവിടെ എടുക്കൂലെന്ന് കണ്ട പൈസയും കൂടി ഉൾക്കൊണ്ടേയിടും ആട്ടപ്പെരും കൊണ്ടിടും ആ 10 ഉറുപ്പിയൊക്കെ മാറ്റി ഒരു 50-100 ഇട്ട് മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന പരിപാടിയാണല്ലോ ഒന്നും കൂടിയൊക്കെ നമ്മുടെ ഈ പരിപാടികളൊക്കെ മെച്ചപ്പെടുത്തി വളരെ മനോഹരമായ സദസ്സാക്കി മാറ്റി നാളെ രക്ഷപ്പെടാൻ മഹാന്മാരായ ബദരീങ്ങളുടെ പേര് പറഞ്ഞ് ദുആ ചെയ്യുന്ന യാസീനോദി ദുആ ചെയ്യുന്ന ഈ നല്ലൊരു ദിവസങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഇതൊക്കെ നമ്മൾ ഓർക്കാനുള്ളതാണ് നിങ്ങൾ നടന്നു വരുന്ന ഓരോ വഴിയോരങ്ങളും നിങ്ങൾക്ക് വേണ്ടി പൊറുക്കല്ലെത്തോടുന്നുണ്ട് അള്ളാഹു സ്വർഗ്ഗം നൽകി അവന്റെ ഓശാരമായി ഔദാര്യമായി സ്വർഗ്ഗം അല്ലാഹു നൽകട്ടെ ഇഷ്ടംപോലെ ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ അമ്മോഷൻ മരിച്ച ആണ്ടിന്റെ ദിവസം കൂടിയാണ് ഇന്ന് അല്ലാഹു തആല അവരുടെ പരലോകം നന്നാക്കി കൊടുക്കട്ടെ ആഖിറ ലോകം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ അല്ലാഹു അവർക്ക് സ്വർഗ്ഗം ഓശാരമായി ഔദാര്യമായി അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ട അന്ന് മുതൽ അവരെ ഖബറിൽ എന്തൊക്കെ സന്തോഷങ്ങളുണ്ടോ അല്ലാഹു ആ സന്തോഷങ്ങളെ ബില്യൺ കണക്കിന് അല്ലാഹു ജാസ്തിയാക്കി കൊടുക്കട്ടെ വല്ല വിഷമവും
വല്ല പ്രയാസവും അനുഭവിക്കുന്നുവെങ്കിൽ അല്ലാഹുവേ നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അതെല്ലാം മാപ്പ് കൊടുത്തതിനെല്ലാം മാപ്പ് കൊടുത്ത് സ്വർഗ്ഗം നിന്റെ ഓശാരമായി ഔദാര്യമായി നൽകണേ തമ്പുരാനെ. ഇങ്ങനെ നമ്മളിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്ന് പലവരും ഖബറിലാണ്. അല്ലാഹുവിന്റെ ഖബറുടെ സ്വർഗ്ഗ പൂങ്കാവനമാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.